കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ SFI പ്രവർത്തകരുടെ പ്രതിഷേധം. പോലീസ് ലാത്തി ചാർജിലേക്ക് കടക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ്. 3:30-ക്കാണ് ഗവർണറുടെ സെമിനാർ. ഗവർണർ സെമിനാറിൽ പങ്കെടുക്കാനെത്തുമ്പോൾ ഏത് രീതിയിലുള്ള പ്രതിഷേധമായിരിക്കും ഉണ്ടാവുക എന്ന് ഉറ്റുനോക്കുകയാണ്. കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളുടെ ആകത്തുകയായിട്ട് തന്നെ വേണം. കറുത്ത ബലൂൺ ഉയർത്തിയാണ് പ്രതിഷേധം നടക്കുന്നത്. SFI പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ച്, ASFന്റെ മാർച്ച് സെമിനാർ സമയത്തേക്ക് അങ്ങോട്ടുണ്ട് എന്ന് പ്രഖ്യാപിച്ചിരുന്നു. MSF മാർച്ച് നടത്തുന്നതായി പ്രഖ്യാപിച്ചിരുന്നു. അല്പസമയത്തിനുള്ളിലാണ് ഭാരതീയ വിചാരകേന്ദ്രം അടക്കമുള്ളവ സംഘടിപ്പിക്കുന്ന സെമിനാറിലേക്ക് പങ്കെടുക്കാനായി ഗവർണർ എത്തുക. നേരത്തെ കരുതിയിരുന്നത് പോലെ തന്നെ വലിയ രീതിയിലുള്ള സംഘർഷ സാധ്യതയിലേക്ക് കടക്കുന്ന ദൃശ്യങ്ങൾ, SFI പ്രവർത്തകരെ പോലീസ് പിടിച്ചു മാറ്റുന്ന ദൃശ്യങ്ങളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് മുന്നിൽ SFIയും അതോടൊപ്പം തന്നെ ASFും പ്രതിഷേധം നടത്തുന്നു. ഇടത് വിദ്യാർത്ഥി സംഘടനകളെ പ്രതിഷേധം നടക്കുകയാണ്. പോലീസ് പിടിച്ചുമാറ്റുന്ന ദൃശ്യങ്ങൾ. പരീക്ഷാ ഭവനിന് മുന്നിലേക്ക് കൂടിയാണ് SFIയുടെ മാർച്ച് നടത്തുന്നത്. രാവിലെ കോഴിക്കോട് നഗരത്തിൽ ഇറങ്ങിയ ഗവർണർ പോലീസിന്റെ സുരക്ഷ തനിക്ക് ആവശ്യമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം നിരത്തുകളിലൂടെ നടന്നിരുന്നു. മിഠായിത്തെരുവ് അടക്കമുള്ളവയിൽ അദ്ദേഹം സന്ദർശനം നടത്തിയിരുന്നു. കറുത്ത വസ്ത്രം ധരിച്ചും കറുത്ത ബലൂണുകൾ ഉയർത്തിയും കൂടിയാണ് ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് മുന്നിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പോലീസ് വിദ്യാർത്ഥികൾക്ക് നേരത്തെ ലാത്തി വീശി. കൂടുതൽ പേരെ MS അനീഷ് കുമാർ വിവരങ്ങൾ വായിച്ചേർന്നു. അനീഷ്, ഇടത് SFIയും ASFും ഒരുമിച്ച് മാർച്ച് നടത്തുന്ന കാഴ്ച, എത്രത്തോളം വിദ്യാർത്ഥികളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്? എങ്ങനെ നേരിടാനാണ് പോലീസ് ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു അവിടെ നിന്ന്? അപർണ, കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതിഷേധത്തിനേക്കാൾ 3 ഇരട്ടിയിലേറെ അല്ലെങ്കിൽ 5 ഇരട്ടിയിലേറെ കുട്ടികളാണ് കറുത്ത ബലൂണുകളും ധരിച്ച് കറുത്ത വസ്ത്രങ്ങളും ധരിച്ച് ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉള്ള ഗസ്റ്റ് ഹൗസിന് സമീപത്തേക്ക് വന്നിരുന്നത്. പരീക്ഷാ ഭവനടുത്ത് നേരത്തെ തന്നെ പോലീസ് ബാരിക്കേഡുകൾ തീർത്തിരുന്നു. ആ ബാരിക്കേഡുകൾ വെച്ച് പ്രതിരോധം തീർക്കുകയാണ് പോലീസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ആ പ്രതിരോധം മറികടന്ന് ഒരുപറ്റം വിദ്യാർത്ഥികൾ മറുവശത്തേക്ക് പാഞ്ഞെത്തുകയാണ് ചെയ്ത് അവരെ പോലീസ് ബലം പ്രയോഗിച്ച സ്ഥലത്തൊന്നും നീക്കം ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. വലിയ ബലപ്രയോഗമാണ് പോലീസ് നടത്തുന്നത്. ഒരുപക്ഷെ ഇന്നത്തെ ദിവസം അങ്ങേയറ്റം സംഘർഷഭരിതമായി നീങ്ങും എന്നതിന്റെ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ നമുക്കിവിടെ നിന്നും പുറത്തു നൽകാൻ കഴിയുന്നത്. കാരണം യാതൊരു സുരക്ഷയും ആവശ്യമില്ല എന്ന് പറഞ്ഞ് SFIയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മാനാഞ്ചിറ അടക്കത്തിൽ ഇടപെടുന്നത്. ഇപ്പോൾ പോലീസുമായുള്ള നല്ല ഏറ്റുമുട്ടൽ ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്ന ഭീഷണികൾ പോലീസുകാർ വിദ്യാർത്ഥികളെ പിടിച്ച് തള്ളുന്നു. അവർ തിരിച്ച് പ്രതിരോധിക്കുന്ന കാഴ്ചകളുമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം.
പ്രതിഷേധിക്കുകയാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത്? പോലീസ് ഏതെങ്കിലും രീതിയിൽ കണ്ണീർവാതക പ്രയോഗത്തിലേക്കോ ജലപീരങ്കി പ്രയോഗത്തിലേക്കോ മറ്റോ കടക്കാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? വലിയ രീതിയിലുള്ള ഒരു വിദ്യാർത്ഥി ക്രൗഡ് തന്നെ ഉള്ള ഒരു സാഹചര്യം, അത്തരം നടപടികളിലേക്ക് പോലീസ് എളുപ്പത്തിൽ കടക്കുമോ? ബാരിക്കേഡിന് മുന്നിൽ എന്താണ് സംഭവിക്കുന്നത്? അനുശ്രീയെ ഇപ്പോൾ പോലീസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. SFI സംസ്ഥാന പ്രസിഡന്റാണ് അനുശ്രീ പോലീസിന്റെ ബാരിക്കേഡ് മറികടന്ന് മുന്നിലേക്ക് കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ സംഘർഷഭരിതമായിരിക്കുന്ന കാഴ്ചയാണ്. ഏതായാലും വലിയ രീതിയിൽ വിദ്യാർത്ഥി ജനക്കൂട്ടം തന്നെ പ്രതിഷേധവുമായി മുന്നോട്ടെത്തിയിരിക്കുന്നു. ബാരിക്കേഡിന് മുന്നിൽ നിലയുറപ്പിച്ചിരിക്കുകയായിരുന്നു. ബാരിക്കേഡ് മറികടന്നുകൊണ്ട് മുന്നോട്ട് കടക്കാൻ ശ്രമിച്ച SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീയെ അടക്കം പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണെന്നാണ് വിവരങ്ങൾ അറിയുന്നത്. പോലീസ് നേരത്തെ തന്നെ രാവിലെ മുതൽ തന്നെ പോലീസ് വലിയ രീതിയിലുള്ള സന്നാഹം ക്യാമ്പസിൽ സന്നിഹിതരായിരുന്നു. ഈ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് വ്യക്തമായിരുന്നു. 3:30-ക്കാണ് ഗവർണറുടെ സെമിനാർ തുടങ്ങാനിരുന്നത്. ആ സമയത്ത് തന്നെ വലിയ പ്രതിഷേധങ്ങളിലേക്ക് ഇടത് വിദ്യാർത്ഥി സംഘടനകൾ കടക്കുമെന്നുള്ള മുന്നറിയിപ്പുകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളായി നടക്കുന്ന പ്രതിഷേധത്തിന്റെ തുടർച്ചയായിട്ട് വീണ്ടും ബാനറുകൾ കെട്ടിയും വീണ്ടും കറുത്ത ബലൂണുകൾ ഉയർത്തി കൊണ്ടുകൂടിയാണ് ഇടത് വിദ്യാർത്ഥി സംഘടനകൾ പരീക്ഷാഭവനിന് മുന്നിലേക്ക് എത്തിയത്. വിദ്യാർത്ഥികളെ പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്ന പോലീസുകാർ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന രംഗങ്ങൾ ഒരു വശത്ത്, ബാരിക്കേഡിന് മുന്നിൽ തടിച്ചുകൂടിയ വിദ്യാർത്ഥി ജനക്കൂട്ടത്തിന്റെ ദൃശ്യങ്ങൾ മറുവശത്തും കാണാം.